ഒരാളെ കൂടെ ഒന്ന് ബുക്ക് ചെയ്യാൻ നമുക്ക്. പിന്നെന്താ, ഓഡിയൻസിനെ വിളിക്കണം ആരെങ്കിലും ഒരാളെ. സർ പ്ലീസ് ഒന്ന് വരും. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇയാൾക്കില്ലല്ലോ. അയ്യോ, ഈ സാറിനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നീ എന്താ ചെയ്യണേ? ഞാൻ പഠിക്കുന്നു ഏവിയേഷൻ. എന്തിനാ പഠിക്കണേ? ഏവിയേഷൻ. എന്തിനാ? എവിടെ നാടട്ടെ? ആലപ്പുഴ. ആലപ്പുഴക്കാരനാണ്. മീശയൊക്കെ പഠിച്ചു കളഞ്ഞാണോ അതേ വരാതിരിക്കുന്നതാണോ? പഠിച്ചതന്നെ. ശരി, ഓക്കെ. നമുക്കൊരു കാര്യം നോക്കാം. ഈ പാഡൊന്ന് എടുക്കോ. ഇവിടുന്ന് തന്ന പാഡാണ്, ഇലക്ട്രിക് ഒന്നും അല്ലേ. അദ്ദേഹത്തിന്റെ ആ മാജിക് പെൻ ഒന്ന്. ഇതിനകത്ത് ഒരുപാട് മാജിക് ഉണ്ട്, സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പൊള്ളുന്നുണ്ടോ നോക്കണം. പൊള്ളുന്നുണ്ടോ? ഉണ്ടോ? ആ, ഓക്കെ, ശരി. പേരെന്താണ്? വന്ദനൻ. വന്ദനൻ. നീ വന്ദനനെയാണോ പ്രേമിക്കുന്നത്? അല്ല, ഓക്കെ. വന്ദനൻ. അതുകൊണ്ട് നീ എന്തുകൊണ്ട് നീ അവളെ പ്രേമിക്കുന്നില്ല? എന്നാല് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. എന്റെ മുഖത്ത് വല്ലാത്ത പ്രണയം കണ്ടു കേട്ടോ. ഇനി കാണാലോ അല്ലേ? ഇത് കാണാലോ. ഓക്കെ, വന്ദനൻ ഒരു കാര്യം, ജീവിതം മാറി പറയാൻ പോവാണ് ഇപ്പൊ. അല്ലെങ്കിൽ എന്റേത് ആരുടെങ്കിലും മാറും. അതെ, അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്. ക്യാമറയും ഞാനും തമ്മിൽ ഇവിടെ ഒരു കോർഡിനേഷൻ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കി. അഗൈൻ ദിസ് ഇസ് ദ സ്പോട്ട്. ഓക്കെ, മനസ്സിൽ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പിക്ചർ. ഇപ്പോൾ ഒരു സ്റ്റിക്ക് മാൻ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഏവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എയർപ്ലെയിൻ്റെ ഒരു ഇതൊക്കെ വളരെ ഒബ്വിയസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വരച്ചാൽ നല്ലതാണ്. ഐ മീൻ എനിക്ക് എളുപ്പമാണ്. വേറെ എന്തെങ്കിലും ഒരു ചിത്രം മനസ്സിൽ വരുന്നു പെട്ടെന്ന്. ജസ്റ്റ് കോൺഷ്യസ് ഒന്നും വേണ്ട, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, മെന്റലിസ്റ്റുകൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ പെൻ റീഡിംഗ് എന്ന് പറയും. ദ ഓപ്പോസിറ്റ് സൈഡ് പെൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് യു ക്യാൻ കൈൻഡ് ഓഫ് ഗെറ്റ് ദ ഗ്രാഫ് ഓർ എ ലെറ്റർ, ഹൗ ഇറ്റ് ഗോസ്. പെൻ റീഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ വേറൊരു ഫേസ് ആണ് ലിപ്പ് റീഡിംഗ്. ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതലായിരിക്കും. ആ ഒരു സെൻസ് നമുക്കത് ബാലൻസ് ആവും. അപ്പം അതിന്റെ വേറെ എക്സ്റ്റൻഷൻ ആണല്ലോ നമ്മൾ. എക്സാക്ട്ലി അല്ലേ? എക്സാക്ട്ലി. പെട്ടെന്ന് ഒരാൾ ഫ്രൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അയാൾക്ക് നമ്മൾ പറഞ്ഞതിനോട് അത്ര താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പൊ കണ്ണ് പുറത്തേക്ക് തള്ളുന്നു, അത് വലിയ സംഭവമാണ്. ഇപ്പൊ നമ്മുടെ ഈ ചെങ്ങാതിന്റെ തള്ളിയിലോ. പ്യൂപ്പിലോമെട്രി എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ പീപ്പിളിന്റെ ചലനങ്ങൾ മാത്രം ബേസ് ചെയ്തിട്ട് പ്യൂപ്പിലോമെട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെയുണ്ട്. ഇനി ബിലീവ് ഇത്രയും പോകുന്ന ഒരു സാധനത്തിന് ഇതിനെപ്പറ്റി ഇതിന്റെ ചലനങ്ങളും മൂവ്മെന്റ്സും മാത്രം പഠിക്കാൻ ഒരു സബ്ജക്ട് ഉണ്ട്, പ്യൂപ്പിലോമെട്രി. വളരെ കറക്റ്റ് ആണ്. ആദ്യം ഇപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആദ്യ പ്രണയത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ണോട് കണ്ണ് നോക്കിയിട്ടായിരിക്കില്ലേ? ആദ്യത്തെ പ്രണയം അങ്ങനെയല്ല. പ്രണയം ഞാൻ കറക്റ്റ് ആണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ 2 കേസാണ് പറയാനുള്ളൂ. അപ്പോ ആദ്യത്തെ കുട്ടീനെ അങ്ങനെ കണ്ടിട്ടുള്ള അങ്ങനെ ഒരുപാട് കണ്ട ഒരു കണ്ണിൽ നോക്കിയിരിക്കുക എന്താണ് ആദ്യം പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, ഐസ് ആർ വിൻഡോസ് ടു ദ സോൾ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ബാക്കിയുള്ള മൊത്തത്തിന്റെ മൊമെന്റ് അറിയാം. പിന്നെ പേടി, എല്ലാ എക്സ്പ്രഷനും യുനോ. ഈ കണ്ണിന്റെ NLP ഐ ഇന്റഗ്രേഷൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഐ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന് ഒരു സബ്ജക്ട് തന്നെയുണ്ട്, ഒരു പാഠം തന്നെയുണ്ട്. ഈ കണ്ണിന്റെ ഓരോ തരത്തിലുള്ള മൂവ്മെന്റും ഓരോ കോർണറിലോട്ട് മൂവ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം ആ ഒരു വിഷ്വൽ മെമ്മറി എന്നൊരു സംഭവം ഓർത്തെടുക്കുവാണോ, അല്ല ക്രിയേറ്റീവ് ആണോ, ഒരു ശബ്ദം കേൾക്കുവാണോ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാണോ, ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, ഇതൊക്കെ ഈ മൂവ്മെന്റിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞോ? വലിയ പിക്ചർ ആണെന്ന് തോന്നുന്നല്ലോ. കഴിഞ്ഞു. ഇനി അദ്ദേഹം ചെറിയൊരു വരക്കാരനല്ല. ഇല്ല, ഞാൻ ഇവൻ യഥാർത്ഥത്തില് വാൻ ഗോ ഒക്കെ ആണ്ട് ആളാണ്. ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇവരെന്താ വരച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ തീരുമാനമായി. അല്ല, അങ്ങൊരു കാര്യം ചെയ്താൽ മതി. അതിന്റെ സബ്ജക്ട് മാത്രം നോക്കിയാൽ മതി. അല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആള് പറഞ്ഞു സംഭവമാണോ, ഇതെന്താ മോഡേൺ ആർട്ടോ? അല്ല, എഴുതണ്ട. എഴുതിക്കോളൂ. കാരണം വെച്ചാല് അവര് തന്നെ മനസ്സിലാകുന്നില്ല എന്താ വരച്ചത്. എഴുതുന്നത് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. അല്ല, എഴുതി കഴിഞ്ഞു അല്ലേ? ശരി, ഓക്കെ. ഭയങ്കരനാട്ടോ ഇവര്, വലിയ ഭാവി ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യാം. അദ്ദേഹം ചോദിച്ചു, ഇവിടെയുള്ള ഒരു ഓഡിയൻസ് മെമ്പറിൽ ഒരാളും ഞാനും തമ്മിൽ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇന്ന് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ആൾക്കാരൊന്നും ഷോന് മുമ്പ് നിങ്ങൾക്ക് ഒന്നും സംസാരിച്ചിട്ട് പറ്റില്ല. ഇത് ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾ തമ്മിലൊരു ഇൻട്രോ. ഓക്കെ, എൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ അടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നീഡ്സ് ആൻ ഇന്റലക്ച്വൽ അവയർനെസ് ഓഡിയൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിസാസ്റ്റർ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ടൈപ്പ് ആണെങ്കിൽ നന്നാവും ഞാൻ പറഞ്ഞിരുന്നു.
ഇവരൊക്കെ വിദ്യാർത്ഥികളാണ്. അല്ല വിദ്യാർത്ഥിയല്ല, ഏവിയേഷൻ ചെറിയ കാര്യമില്ല, ഇവൻ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തരാണ്. അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെയുള്ളവർ ഞാനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാനിവിടെ ചെയ്യുന്നതൊക്കെ ഒരു ആക്ട് മാത്രം. അത് അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓവർ പ്രൂവ്. അല്ല, അങ്ങനത്തെ ഒരു ഫ്രോഡ് പരിപാടിക്ക് നമ്മൾ കൂട്ടു നിൽക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും അപ്പോൾ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്ത് അല്ലേ? ആ സമയത്ത് തന്നെയല്ലേ ചിന്ത വന്നത്? എനിക്കൊന്ന് കാണിച്ചു തരുമോ സർ പ്ലീസ്? പറയാൻ പറ്റില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു മരമാണ്. അത് എനിക്ക് യെസ്, താങ്ക് യു സോ മച്ച്. ഇത് മരമാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങാൻ ഏതെങ്കിലും മരം കണ്ടാൽ ഇവനെ കൊല്ലും. മരത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എഴുതികൊണ്ട് മാത്രമാണ് മരമായത്. നേരത്തെ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് ഒരു കാർഡ് ഫ്ലിക്ക് ചെയ്തിട്ട് ഒരു സംഭവം ഒരു വേർഡ് വിചാരിക്കാൻ പറഞ്ഞു. അത് ടെസ്റ്റ് കണ്ടീഷനിലായിട്ട് പോലും അങ്ങനെ തമാശക്കായിരിക്കും. അങ്ങനെ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചു, ഇത് സെറ്റപ്പ് ആണോ, എന്തെങ്കിലും മാജിക് ആണോ, അങ്ങനെ ചോദിച്ചു. ഈ ഐഡിയ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഞാൻ ഇംപ്ലാന്റ് ചെയ്തതാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടെ കണ്ടാൽ വിശ്വസിക്കാലോ? ഇന്ന് മീൻ ടൈം അദ്ദേഹത്തിന് അങ്ങയുടെ മുമ്പിൽ ഒരു എൻവലപ്പ് ഇരിക്കുന്നുണ്ടല്ലേ, ഒന്ന് തുറന്നു നോക്കാമോ? ഒരു വലിയ എൻവലപ്പ് ആണെന്നല്ലേ, പ്ലീസ്. കൈൻഡ് ഓഫ് സീൽഡാണ്. ഓ, ഇത് മറ്റേ സീൽ ചെയ്തിരിക്കുന്നു. സീലല്ല, ഓ that's it. Congrats, Adi. Thank you very much. Yeah. Thank you. Super. Thank you.